നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒരു ദിവസം തുടങ്ങിക്കഴിഞ്ഞാൽ ആ ദിവസം മുഴുവൻ അതിൻ്റെ ഒരു എനർജി നമ്മുടെ കയ്യിൽ ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളുടെയോ? എന്നാൽ അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് ഒരു പനീർ സാൻഡ്വിച്ച് ആണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ലെറ്റ്സ് ഡു ഇറ്റ്. അപ്പോൾ ഇതിന് വേണ്ടത് 200 ഗ്രാം പനീറാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 4-5 സാൻഡ്വിച്ചുകളാണ് ഇവിടെ വീട്ടിലുള്ള ആളുകളുടെ അനുസരിച്ച്. ആദ്യം നമുക്ക് പനീർ ഇതുപോലെ തിളച്ച് വെള്ളത്തിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഉപ്പിടാൻ മറക്കരുത് കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ആ സമയം കൊണ്ട് നമുക്ക് സാൻഡ്വിച്ചിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള പച്ചക്കറികൾ കട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് സാൻഡ്വിച്ചിൻ്റെ ഉള്ളിൽ ഇഷ്ടമുള്ള ഏത് പച്ചക്കറി വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ചിലർക്ക് ഉരുളക്കിഴങ്ങ് ഇഷ്ടമാണ്, ചിലർക്ക് ക്യാബേജ് ഇഷ്ടമാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ക്യാപ്സിക്കവും പിന്നെ ഒരു തക്കാളിയും പിന്നെ കുക്കുംബറുമാണ് എടുത്തിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഞാനിപ്പോൾ നീളത്തിൽ ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ടുണ്ട്, റൗണ്ടായിട്ട് നമ്മുടെ കുക്കുംബറും തക്കാളിയും കട്ട് ചെയ്തിട്ടുണ്ട്. അധികം കട്ടിയില്ലാതെ കട്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം അത് ബൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഒരു വല്ലാത്ത ഫീലായി പോകും അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മുടെ പച്ചക്കറികൾ നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പനീർ റെഡി ആയിട്ടുണ്ടാവണം. ചെക്ക് ചെയ്ത് നോക്കാം. യെസ്, ആ കത്തി താഴേക്ക് പോകുന്നത് കണ്ടാൽ തന്നെ അറിയില്ല. നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് പനീർ. ഇത്രയും മതി. ഇനി വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് നേരെ ഈ പനീറിനെ ചൂടാറി കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ചൂടാറി കഴിഞ്ഞിട്ട് ഈ പനീർ നമുക്ക് നേരെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാനുണ്ട്. പനീറാണ് ആക്ച്വലി നമ്മുടെ ഈ ഒരു സാൻഡ്വിച്ച് സ്പ്രെഡ് എന്ന് പറയുന്നത്. നമ്മൾ അതിൽ പുരട്ടാൻ പോകുന്നത് ഈ പനീറിൻ്റെ മിക്സാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ആണ് കേട്ടോ. ഇത് ഒരെണ്ണം കഴിച്ചാൽ തന്നെ കഴിച്ച പോലെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മല്ലിയിലയാണ് ഇടുന്നത്. പക്ഷേ നിങ്ങൾക്ക് മല്ലിയിലയും പുതിന ഉണ്ടെങ്കിൽ അതും ഇടാം, കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഒരു 2-3 വെളുത്തുള്ളി അല്ലിയും കൂടി ഇടുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം അത്യാവശ്യം ഉപ്പ് ഇടുക. എത്രയാണോ ഉപ്പ്, നമ്മൾ ഓൾറെഡി പനീറിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, എന്നാലും കുറച്ച് ഉപ്പും കൂടി ഇടുക. അവസാനം നമുക്ക് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇടാം. പിന്നെ മയോനസ് ആക്ച്വലി നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർ ഒരുപാട് പേരുണ്ട്, അവരത് അവോയ്ഡ് ചെയ്യാം. അതിന് പകരം കുറച്ച് തൈര് ഒഴിച്ചാൽ മതി കേട്ടോ. കട്ട തൈര് ഒഴിക്കുക. ഞാനിപ്പോൾ ഇവിടെ സാൻഡ്വിച്ച് സ്പ്രെഡ്, ഡെൽമോണ്ടയുടെ സാൻഡ്വിച്ച് സ്പ്രെഡ് മയോനസ് ആഡ് ചെയ്യുന്നുണ്ട്, കുറച്ചൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. കുറച്ചൊരു പുളിയും പിന്നെ ഒരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടുമാണ് ഇത് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇത് ഓപ്ഷണലാണ്. പിന്നെ വേണ്ടത് വളരെ കുറച്ച് ഒരു 2-3 സ്പൂൺ പാലാണ് വേണ്ടത്. ഓക്കെ, പിന്നെ ഒരു ഇത്തിരി ലെമൺ ജ്യൂസ്. അത് നമ്മുടെ ഈ പറഞ്ഞ മാതിരി പുളിയും പിന്നെ ഒരു സ്വാദും കൂട്ടാൻ നല്ലതാണ്. ഇത് സത്യത്തിൽ നേരത്തെ ആഡ് ചെയ്യേണ്ടതായിരുന്നു, ഞാൻ മറന്നുപോയതാണ്. നമ്മുടെ ഒറെഗാനോ, പിസ്സയുടെയും പാസ്തയുടെയും കൂടെയൊക്കെ ഇടുന്ന ആ ഒരു ഒറെഗാനോ ഇതിലേക്ക് ആദ്യമേ തന്നെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇനിയിപ്പോൾ ഒന്നുകൂടി എനിക്കൊന്ന് അരയ്ക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല തിക്കായിട്ടുള്ള നമ്മുടെ സാൻഡ്വിച്ച് സ്പ്രെഡ് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലാണ് വരുന്നത്, പ്രത്യേകിച്ച് ഗാർലിക്കിൻ്റെ, വെളുത്തുള്ളിയുടെ സ്മെല്ല് നന്നായിട്ട് വരുന്നുണ്ട്. ഇത് കാണുന്നവരിൽ ചിലർക്കെങ്കിലും വെളുത്തുള്ളി ഇഷ്ടമല്ലാത്തവരുണ്ടാവും. വെളുത്തുള്ളി ഇഷ്ടമല്ലെങ്കിൽ ആഡ് ചെയ്യണ്ട, നോ പ്രോബ്ലം. പിന്നെ പച്ചമുളക് ഞാനിതിൽ ഇട്ടിട്ടില്ല, കാരണം ഇവിടെ ഈവൂനും കൂടെ കഴിക്കേണ്ടതായതുകൊണ്ട് ഇപ്പം ഞങ്ങൾ പച്ചമുളകൊക്കെ വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ പച്ചമുളക് ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ബ്രെഡ് ഞാൻ സൈഡൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ചിലർക്ക് അങ്ങനെ ആ ബ്രൗൺ ഇത് ഇഷ്ടമാണ്, ചിലർക്കത് ഇഷ്ടമല്ല, ബൈറ്റ് ചെയ്യണത് ഇഷ്ടമല്ല. അപ്പോൾ ഇത് ഞാൻ ഈവന് വേണ്ടിയാണ് ആദ്യം ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഞാനിത് കട്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ ആ നമ്മുടെ സ്പ്രെഡ് ഉണ്ടല്ലോ, പനീർ വെച്ചുണ്ടാക്കിയ സ്പ്രെഡ് ഒട്ടും പിശുക്കാണ്ട് നന്നായിട്ട് അങ്ങ് പുരട്ടി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിഷ്ടമുള്ള നമ്മുടെ സാൻഡ്വിച്ച് വെജിറ്റബിൾസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതാണ് വേണ്ടത്. ഓക്കെ, ഇനി ബ്രെഡ് കുറച്ചൊന്ന് ടോസ്റ്റ് ചെയ്ത് ഒന്ന് ചൂടാക്കി എടുക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ചിലർക്ക് അങ്ങനെയാണ് ഇഷ്ടം, കാരണം ഇങ്ങനെ സോഫ്റ്റ് ബ്രെഡ് ഇഷ്ടമല്ല, കുറച്ച് ക്രഞ്ചി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ളതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ബ്രൗൺ ആക്കി എടുത്തിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഈവനുള്ളതായതുകൊണ്ട് സോഫ്റ്റായിട്ട് തന്നെ ഞാൻ ഉണ്ടാക്കുകയാണ്.
ഇവന് സാൻഡ്വിച്ച് നല്ല ഇഷ്ടമാണ്. കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഒരു ബെസ്റ്റ് സംഭവമാണ് ഇത്. അവരെ കൊണ്ട് പനീറും ഈ പറഞ്ഞ വെജിറ്റബിൾസൊക്കെ കഴിപ്പിക്കാൻ പറ്റിയൊരു വഴിയാണ് ഇത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതാ കുറച്ച് ഉള്ളിയും കൂടെ ഞാൻ ഇതിൻ്റെ മുകളിൽ ഇടുന്നുണ്ട്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഏത് വെജിറ്റബിൾസ് എടുക്കണം എന്നുള്ളത് നിങ്ങളുടെ ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതെടുക്കുക, ഏതാണോ ഇഷ്ടമില്ലാത്തത് അവോയ്ഡ് ചെയ്യുക. ചിലർക്ക് ക്യാപ്സിക്കം ഇഷ്ടമല്ല പച്ചയ്ക്ക് കഴിക്കുന്നത്, അവരത് അവോയ്ഡ് ചെയ്യുക. അപ്പം ഞാൻ എന്താ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഒറിഗാനോ കുറച്ചും കൂടെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഞാനിങ്ങനെ ഒരു കയ്യിൽ നമ്മുടെ ക്യാമറ പിടിച്ചിട്ട് ഒരു കൈ കൊണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു ഷേക്കും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ദയവ് ചെയ്ത് ക്ഷമിക്കുക. ട്രൈപോഡ് ഉണ്ട്, അത് എടുക്കണം എന്ന് വിചാരിക്കും. പക്ഷെ പിന്നെ നമ്മൾ പെട്ടെന്നൊരു സാധനം ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ധൃതിയിൽ ട്രൈപോഡ് സെറ്റ് ചെയ്യാനൊന്നുമുള്ള സമയം കിട്ടില്ല. അപ്പോൾ അടുത്ത ബ്രെഡ് പീസ് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ സ്പ്രെഡ് പുരട്ടിയിട്ട് എപ്പോഴും സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ നമ്മുടെ ഫില്ലിംഗ് ഒന്നും പുറത്തേക്ക് ചാടാതെ കട്ട് ചെയ്യുമ്പോൾ എളുപ്പത്തിന് എല്ലാം കറക്റ്റായിട്ട് അതിൻ്റെ ഫിറ്റായിട്ട് ഇരുന്നോളും. ഓക്കെ, അപ്പോൾ നമ്മുടെ നല്ല ഹെവി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പനീർ സാൻഡ്വിച്ച് റെഡിയാണ്. ഇത് വീട്ടിൽ എനിക്ക് എല്ലാവരും ഒരു 10 ഔട്ട് ഓഫ് 10 മാർക്ക് തന്ന സാൻഡ്വിച്ച് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു ഡൗട്ടും ഇല്ല. ഇനി ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാം. അതായത് സാൻഡ്വിച്ചായിട്ട് ഉണ്ടാക്കാതെ ഈ സ്പ്രെഡും വെജിറ്റബിൾസും ബ്രെഡും ഒക്കെ വേറെ വേറെ വെച്ചിട്ട് മേക്ക് യുവർ ഓൺ സാൻഡ്വിച്ച് എന്നുള്ള രീതിയിൽ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിക്കോളൂ എന്നുള്ള രീതിയിലും നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത് ഞങ്ങളുടെ വീട്ടിലത്തെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാൻഡ്വിച്ച് റെസിപ്പിയാണ്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായം പറയാം. ഒപ്പം എൻ്റെ വീഡിയോസ് എല്ലാം കാണുന്നതിന് താങ്ക് യു. ഇനിയും കാണണം, സപ്പോർട്ട് ചെയ്യണം. സോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ. അതെ, ഒരു മിനിറ്റ്, ആ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.